ഫലസ്തീനിലെ കുഞ്ഞു മക്കളുടെ ചോരയിൽ കുതിർന്ന വിജയമാണ് അർജന്റീനയാണ്. അർജന്റീനയെ നീ സപ്പോർട്ട് ചെയ്താൽ നീ മനുഷ്യത്വ വിരുദ്ധനാവും. അർജന്റീനയെ സപ്പോർട്ട് ചെയ്ത് ഉമ്മത്തുനിന്ന് പുറത്താവും. പിന്നെ നീ ഒരു പലസ്തീൻ അനുകൂലിയല്ല. അപ്പോൾ അർജന്റീന വിജയം നമ്മൾ ആഘോഷിക്കരുത്. മെസ്സിനെ കണ്ട വെടിവെച്ച് കൊല്ലണം. സംഘി അർജന്റീന, ഇസ്രായേൽ ചാരനായ അർജന്റീന. കൊമേനി കോച്ചായി ഇറാന്റെ ഫ്ലക്സ് വെച്ച് കിതാബിൽ ഇസ്രായേലിനെ തട്ടിക്കൂട്ടി കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ജൂതന്മാരെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഫാൻസ് ആയ സുഡാപ്പികളുടെ അടുത്ത നാടകമാണ് അർജന്റീനയ്ക്കെതിരെ. ഇസ്രായേൽ ചാരമായ അർജന്റീനയുടെ വിജയം ആഘോഷിക്കരുത്. കേരളത്തിലെ അർജന്റീന ഫാൻസ് കൂടുന്നതിന് കാരണം സംഘി ഗൂഢാലോചനയാണ്. സംഘികളാണ് ആക്ച്വലി മുസ്ലിങ്ങളെ അർജന്റീന ഫാൻസ് ആക്കുന്നത്. അപ്പോൾ നാളെ മുതൽ മെസ്സിന്റെ ഫ്ലക്സുകൾ എവിടെ കണ്ടാലും അടിച്ചു കൂട്ടിക്കോ. ഈ മതത്തിന്റെ പേരിൽ ഇമ്മാരി പൊട്ടത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ സുഡാപ്പികൾ 8ാം ക്ലാസ്സും കുസ്തിയും സ്കൂളിൽ പോയിട്ടില്ല. അതിന് കൂടെ പള്ളാർച്ചും മറിയത്. ഇത് രണ്ടും കൂടിയാണ് മിക്സ് ആകുമ്പോണ്ടല്ലോ ഭയങ്കരമായ കോംബോയും ഭയങ്കരമായ ഇക്വേഷനാണ് വരുന്നത്. നല്ല കോമഡി ഇത് കാണാൻ. അർജന്റീന പലസ്തീന് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ഇവന്മാർ അർജന്റീനയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് വീണ്ടും അർജന്റീന ഫാൻസ് കൂടുന്നവരോട് ഇവന്മാർ ഒച്ചമോളുകളൊക്കെ പറയുന്നത്. എന്നിട്ട് മീഡിയ വണ്ടൊക്കെ വമ്പ ചർച്ച നടക്കും. അർജന്റീന ഫാൻസ് കേരളത്തിൽ ഭയങ്കര കൂടുതലാണല്ലോ. അർജന്റീന ഫാൻസ് കേരളത്തിൽ കൂടുന്നത് സംഘപരിവാറിന്റെ കൂടാചിലയാണെന്നും അർജന്റീന ഫാൻസ് മൊത്തം സംഖ്യകളാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അർജന്റീനയെ സപ്പോർട്ട് ചെയ്താൽ കൗമൊന്ന് പുറത്താവും. അതാണ് ഇപ്പോൾ സുഡാപ്പി സാധാരണ മുസ്ലിങ്ങളോട് പറയുന്നതും. ഇറാനെ കൂമ്പി കൊടുത്ത സുഡാപ്പികൾ ഇപ്പം അർജന്റീനയെ മറ്റേ കല്ലെടുത്തെറിയാൻ അർജന്റീനയ്ക്കെതിരെ വന്നത്. എന്താ ചെയ്യവന്മാരൊക്കെ നിലവാരവും എന്താ പറയാ, ബോംബ് പൊട്ടിക്കാൻ ധൈര്യമില്ലാത്തോണ്ട് സത്യത്തിൽ ഈ മണ്ടന്മാർ ബോംബ് പൊട്ടിക്കുന്നല്ലോ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ബോംബ് പൊട്ടിച്ചാലോ കൊന്നേനെ.